ഹലോ, ഹബീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയി നോക്കാം. അങ്ങനെ രാവിലെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയൊക്കെ പോകട്ടാ. അപ്പോൾ നുഹക്ക് 6:15 മദ്രസ ബെല്ലടിക്കും. അതിൻ്റെ മുന്നായിട്ട് അവൾക്കുള്ള ചായയൊക്കെ കൊടുത്ത് അവളെ പറഞ്ഞേക്കണ്ട്. അവൾ രാവിലെ മദ്രസക്ക് പോകണ മുന്നേ ഒരു ലൈറ്റായിട്ടൊരു ചായ കുടിക്കൂട്ടോ. അപ്പോൾ സ്ട്രോങ് ചായ ഒന്നും അവൾ കുടിക്കില്ല, അവൾക്ക് ഇഷ്ടമല്ല. കട്ടൻ ചായ കുടിക്കും, അല്ലെങ്കിൽ കോഫിയോ ബൂസ്റ്റോ ഹോർലിക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാറുട്ടോ. അപ്പോൾ അവൾക്ക് ഇന്ന് ബൂസ്റ്റാണ് കേട്ടോ കൊടുക്കണേ. ഏറെയിലും അവൾ പോയതിന് ശേഷമാണ് കേട്ടോ ചായയും കടിയൊക്കെ ഉണ്ടാക്കാറ്. അപ്പോൾ അത് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ഒരു കല്യാണം ഉണ്ട് കേട്ടോ. രാവിലത്തെ നിക്കാഹും വൈകുന്നേരത്തെ ഫങ്ഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ ലേറ്റായിട്ടുള്ള ഇങ്ങനെ എവിടേക്കെങ്കിലുമൊക്കെ പോകാനുള്ള ദിവസം ഒന്നിക്കലോ ഉപ്പുമാവ് അല്ലെങ്കിൽ പുട്ട് ഇങ്ങനെ എളുപ്പമുള്ള കടികളായിരിക്കും കേട്ടോ ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് ഞാൻ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിക്കുള്ളതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചായൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ചായപ്പൊടി ഇട്ടെടുക്കാണ്. ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടിയുള്ള ദിവസം ഇങ്ങനെ വ്ളോഗ് ചെയ്യാനും ഇൻട്രസ്റ്റ് ഉള്ളൂ കേട്ടോ. കാരണം പണികളൊക്കെ കുറവായിരിക്കുമല്ലോ. പിന്നെ പുറത്തുള്ള ഇതൊക്കെ എടുത്താൽ മതി. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ദിവസങ്ങളിൽ വ്ളോഗ് ചെയ്യണത്, പണിയില്ലാത്ത ദിവസം. നിങ്ങളൊക്കെ എങ്ങനെയാണോ? കല്യാണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ പറ്റുന്ന ഫുഡാണ് ഉണ്ടാക്കാറ്? അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ.
അങ്ങനെ നമ്മൾ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കയറിപ്പോയാൽ ഒരു 10 മിനിറ്റൊക്കെ മതി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാൻ. പെട്ടെന്നാവും. പോരാത്തതിന് വറുത്ത റവയാണ് മേടിച്ചിട്ടുണ്ട്. ഇനി എല്ലാവരും ചായ അടിക്കാൻ വരുന്നതിൻ്റെ മുന്നേ ക്ലീനിങ് ചെയ്യണം കേട്ടോ. ഇനി നെബുഹാന് മദ്രസക്ക് പോകാണ്ട്. അപ്പോൾ തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വേഗം 9:30 മണിയാകുമ്പോഴത്തേനും ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. അതിൻ്റെ മുന്നേ എല്ലാ പണികളും ചെയ്ത് വെക്കണം. ഇനി അടുത്ത നബഹാന് മദർസക്ക് പോവാണ് കേട്ടോ. അവനക്ക് 7:30 മണിക്കാണ് മദർസ തുടങ്ങുക. ഇനി അടുത്തതായിട്ട് വേസ്റ്റ് കൊട്ടാൻ, അതുപോലെ ഇന്നലത്തെ ചോറ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഒഴിവാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ വേസ്റ്റൊക്കെ കൊട്ടാറ് ഇവിടെ തെങ്ങും തൈ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചോട്ടുകാട്ട അതൊക്കെ കൊട്ടാറ്. പിന്നെ ചോറിട്ട് കൊടുക്കാറ് അങ്ങനത്തെ ഒരു ഇവിടെ ഒരു ടാങ്ക് ഇട്ടിട്ടോ, അതിൽ മീനുകളുണ്ട്. അപ്പോൾ അറ്റങ്ങൾക്കാണ് കേട്ടോ ചോറൊക്കെ ഇട്ട് കൊടുക്കാറ്. ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടോ. തിരുമ്പലും കുളിക്കലും ഒക്കെ ഇനി അതും കൂടി ഉള്ളൂ. തിരുമ്പാനും കുളിക്കാനൊക്കെ അകം ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കേട്ടോ. ഇപ്പോൾ ടൈം 9:40 ആയിട്ടുണ്ട്. 10:30 മണിക്കാണ് നിക്കാഹ്. അപ്പോൾ അത് കടുങ്ങാത്തുകുണ്ട് കഴിഞ്ഞിട്ടുള്ള വരമ്പനാലില്ലേ, അവിടെ ഉണ്ട് എമറാൾഡ് പറഞ്ഞ ഒരു ഓഡിറ്റോറിയം. അതിൽ വെച്ചിട്ടാണ് പെണ്ണിൻ്റെ വീട്ടിലത്തെ കല്യാണം. പിന്നെ വൈകുന്നേരം ആലത്തൂരുള്ള ചെക്കൻ്റെ വീട്ടിലുള്ള കല്യാണത്തിനായിട്ട് പോകണം. ഞങ്ങൾ ശരിക്കും ചെക്കൻ്റെ വീട്ടുകാരാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നേരെ എമറാൾഡ് കണ്ടിട്ട് പോകണം. അപ്പോൾ ഇനി നമുക്ക് അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാം. വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടുതലായിരിക്കും, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കേട്ടോ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. Through the highways till my shadow turns to sun rays, and on we'll go through the wastelands, through the highways, and on we'll go.
وبجاههم بارك لنا في جميع أمورنا اللهم هذا الزوج وزوجته كما ألفت بين نبينا محمد صلى الله عليه وسلم. ഇവിടെ നല്ല മട്ടൻ ബിരിയാണി ആയിരുന്നു കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ ചിക്കൻ മന്തി ഉണ്ടായിരുന്നു. Turn us to thousands, and we'll grow in number, fueled by them to see the horizon. Turn us to thousands, and on we'll go, through the wastelands, through the highways, till my shadow turns to sun rays, and on we'll go. And on എനിക്കിതിൻ്റെ ഓഡിയോ ഒന്നും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, കോപ്പിറൈറ്റ് ഉള്ളത് കാരണമാണ്. അങ്ങനെ നിക്കാഹും ഇതൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളും കണ്ടാണല്ലോ പോന്നിട്ടുള്ളത് എൻ്റെ വീട്ടിലോട്ട്. അപ്പോൾ ഞാനും കുട്ടികളും മാത്രമേ കണ്ടു പോന്നിട്ടുള്ളൂ. അവരങ്ങോട്ട് പോയിട്ടോ വീട്ടിലോട്ട് തന്നെ, അവരിനി വൈകിട്ട് വരാമെന്ന് പോയി. അങ്ങനെ നിക്കാഹിനൊക്കെ പോയി വന്ന ക്ഷീണത്തിൽ ഒന്ന് കിടന്നിറങ്ങിയതിന് ശേഷം ഇതേപോലെ ഒരു കട്ടനായി റോബസ്റ്റ് പഴം കഴിച്ചിട്ടോ. ഇനി വൈകുന്നേരം 6 മണി ഒരു 6:30 ഉള്ളിലൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് വൈകുന്നേരത്തെ ഫംഗ്ഷൻ ഇറങ്ങാൻ കേട്ടോ. അങ്ങനെ പോവാൻ നേരമായപ്പോഴത്തേന് ഒരു ഇളനീര് ജ്യൂസും കൂടി കുടിച്ചിട്ടോ. അതിന് ശേഷം എല്ലാവരും വൈകുന്നേരത്തെ ഫംഗ്ഷന് പോകാൻ റെഡി ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഉമ്മ ഇപ്പയാണിത്. അവർ ഫോട്ടോ എടുക്കാനാണ് വെച്ചിട്ട് ഇങ്ങനെ പോസ് ചെയ്ത് നിൽക്കണം. ഞാൻ വീഡിയോ ആണെന്ന് പറഞ്ഞു. Through
അങ്ങനെ ജബ്ബാർക്ക് നിഹാലൊക്കെ വന്നു, അവർക്കൊക്കെ ജ്യൂസൊക്കെ കൊടുത്തു. അതിന് ശേഷം ഞങ്ങൾ ഇനി വൈകുന്നേരത്തെ ഫംഗ്ഷന് പോകുകയാണ് കേട്ടോ. അപ്പോൾ ടൈം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാം. Turn us to thousands, and we'll grow in number, fueled by them to see the horizon. Turn us to thousands, we'll go through the wastelands. ഇവിടെ പൊറാട്ടയും അതുപോലെ നെയ്പ്പത്തൽ, ചിക്കൻ മന്തി, ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. മട്ടൻ കറി, ബ്രോസ്റ്റഡ് ഇതൊക്കെയാണ്. लगता है
छुपा लो हम अकेले हो न चाहे दूर तुमसे हो न चाहे पास आओ गले से लगा लो इन्नुम निनकाई पाड़ा എന്നെ നിനക്കായി നൽകാം എന്നും നിനക്കായി പാടാം എന്നെ നിനക്കായി നൽകാം धीरे धीरे आया मैं आया तुझको लेके दिल की बदले में फिर आगे सुनाना लेंगे तेरे घर आया मैं आया तुझको लेने दिल की बदले में दिल का नजराना देंगे तेरे अड़गड़ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു 7 മണി 7:15 ആയപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. അങ്ങനെ ഇനി നേരെ വളാഞ്ചേരിയിലോട്ടാണ് പോണത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ ഈ ഒരു വ്ളോഗ്, എൻ്റെ ഒരു ദിവസത്തെ വ്ളോഗാണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ലൈക്ക് കമൻറ്റ് ഒക്കെ ചെയ്യണം. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ബായ്.